യഹോവ എലിയോൻ സൃഷ്ടികർത്ത मेरा पिता बन गया यहोवा एलियोन सृष्टिकर्ता मेरा पिता बन गया अब तो मैं सनात हूँ अब तो मैं सनात हूँ ദൈവമക്കൾ വളരണം. परमेश्वर के बच्चे बढ़ना है. ദൈവമക്കൾ സിദ്ധരായി തീരണം. परमेश्वर के बच्चे सिद्ध बनना है. ഹാലൽ ഫീഡിംഗ് ബോട്ടിൽ പിടിച്ചോണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. दूध का बोतल पकड़ के नहीं बैठना പക്ഷേ है. അടുത്ത കാറ്റഗറി എങ്ങനെയാണെന്നറിയാമോ? लेकिन अगला पड़ाव അവർ वाले कैसे हैं? ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിച്ചവരാണ്. वो शरीर को जीवन और पवित्र बन या बलि പകയും चढ़ाया है. പിണക്കവും അസൂയയും ഒന്നും അവർക്കില്ല. उनको क्या कि खुन्नस जलन कुछ नहीं है. വാദവും വിവാദവും കലഹങ്ങളും ഒന്നും അവർക്കില്ല. वाद विवाद और झगड़ा कुछ उनमें नहीं है. അതെല്ലാം ആർക്കാണെന്നാണ് പൗലോസ് പറഞ്ഞത്? वो सब किसको पौलुस कहता അതെല്ലാം है? ജഡികന്മാർക്കാണ്. वो सब शारीरिक वालों को है. ജഡികന്മാർക്കുള്ള മറ്റൊരു പേരാണ് ക്രിസ്തുവിൽ ശിശുക്കൾ. कि शारीरिकों का दूसरा नाम है मसीह में बच्चा. ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവർ വിഷമിക്കും, അവർ പേടിക്കും, അവർ അസൂയ കാണിക്കും, അവർ ബുദ്ധിമുട്ട് കാണിക്കും. वो छोटी छोटी बातों में वो डरेगा, खुन्नस दिखाएगा, जलन दिखाएगा. എന്നാൽ ആത്മിക വളർച്ച പ്രാപിച്ചവൻ എങ്ങനാ? लेकिन आत्मिक बढ़ोतरी पाया वो कैसा है? അവന് ജഡികനെ പോലെയല്ല. वो शारीरिक ആ जैसा नहीं. വചനം പറഞ്ഞവൻ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി वो ചെല്ലുന്നവനാണ്. आत्मा का गहराई में उतर के जाता है. സ്പിരിച്വൽ ടപ്സിലേക്ക് ഇറങ്ങി वो ചെല്ലും. आत्मा का गहराई में അവൻ उतरता है. ഫീഡിംഗ് ബോട്ടിൽ പിടിച്ചോണ്ടല്ല ഇരിക്കുന്നത്. वो दूध का बोतल पकड़ അവൻ के नहीं बैठता. കട്ടിയുള്ള ആഹാരം തെരഞ്ഞോണ്ടിരിക്കും. वो गाढ़ा भोजन ढूंढने അവന് बैठेगा. പാല് പോരാ, उससे दूध नहीं चलेगा. അവന് വചനത്തിന്റെ ആഴത്തിലുള്ള വെളിപ്പാടുകൾ. उसको वचन की गहराई का जो प्रकाशन है അവനെ കുറിച്ച് വചനം പറയുന്നത്. उसके बारे में वचन कहता है. ഹല്ലേലൂയ. ദൈവം തന്റെ ആഴങ്ങളെ അവന് വെളിപ്പെടുത്തുമെന്ന്. परमेश्वर उसकी गहराई को उसको प्रकट करके കേൾക്കുന്ന देगा. പ്രിയമുള്ളവരെ, आमेन आमेन आमेन. കഷ്ടത സഹിഷ്ണുത സിദ്ധതയും ഉളവാക്കുന്നുവെങ്കിൽ जो कष्ट जो पालन करना सिद्धता को जो നീ बढ़ाता അനുഭവിക്കുന്ന है. കഷ്ടങ്ങളിലൂടെ तू जो आज जा रहे कष्टों से ദൈവം നിന്നെ അനുസരണം പഠിപ്പിച്ച് कि परमेश्वर तुझे पालन करना നിന്നെ सिखा के സിദ്ധനാക്കി മാറ്റുമ്പോൾ तुझे सिद्धन बनाएगा. നിന്റെ ഭയഭക്തി നിമിത്തം, या तेरी भाई भक्ति നിന്റെ के വിശുദ്ധ ജീവിതത്തിന്റെ ആഴം നിമിത്തം, तेरे पवित्र जीवन का നിന്റെ गहराई से ഭക്തിയുടെ ആഴം നിമിത്തം तेरी भक्ति का गहराई से സ്വർഗം നിനക്ക് ആത്മിക ആഴങ്ങളെ വെളിപ്പെടുത്താൻ പോകുകയാ. कि परमेश्वर तुझे स्वर्ग की गहराई को प्रकट करेगा. ഹല്ലേലൂയ. हालेलुया. ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്പിരിച്വൽ റലത്തിന്റെ ആഴങ്ങളിലേക്ക് സ്വർഗം നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ. कि जो जहाँ कोई नहीं पहुंच सकते वैसे आत्मिक मंडल में परमेश्वर तुझे ले जाएगा. ദൈവത്തിന്റെ ആഴം അറിഞ്ഞവൻ ആരാ? ഹല്ലേലൂയ. परमेश्वर की गहराई कौन ഇനി जाना है? ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. ഇനി ഒത്തിരി കിടപ്പുണ്ട്. कि वाणी बहुत ഇനി बड़ा है. വചനത്തിൽ ഒത്തിരി വെളിപ്പാടുണ്ട്. इस वचन में ഇനി बहुत बड़ा है. വചനത്തിനകത്ത് ഒത്തിരി ദൂതുണ്ട്. इसके अंदर बहुत वाणी है. ഇതുവരെ ഒരു പാസ്റ്ററും പ്രസംഗിക്കാത്ത ദൂത് ഇതിനകത്ത് കിടപ്പുണ്ട്. आज तक कोई पास्टर ने प्रचार नहीं किया वैसी बातें इस वचन में है. പക്ഷെ അത് നിനക്ക് വെളിപ്പെട്ട് अगर വരണമെങ്കിൽ, वो तुझे प्रकट होना है അത് तो നിനക്ക് വെളിപ്പെട്ട് अगर वो വരണമെങ്കിൽ तुझे प्रकट होना है तो നീ ജഡികനായി ജീവിച്ചാൽ പോരാ. तो तुझे शारीरिक बन के നിന്റെ नहीं जीना है. ജഡത്തോട് പോരാടുന്ന तो जरा शारीरिक से लड़ता है എല്ലാത്തെയും മരിപ്പിച്ചുകൊണ്ട് सबको तू मार के നിന്റെ ജഡത്തോട് പോരാടുന്ന तेरे शरीर के साथ എല്ലാ लड़ने वाले അഭിലാഷകളെയും എല്ലാ ആശകളെയും ഹല്ലേലൂയ ആ ക്രൂശിലേക്ക് അർപ്പിച്ചുകൊണ്ട് हर एक आशा और हर एक अभिलाषा को सूली में चढ़ा के നിന്റെ ജഡത്തോട് പോരാടുന്ന तेरे शरीर के എല്ലാ साथ लड़ने പാപ वाला സ്വഭാവങ്ങളെയും हर एक पाप के स्वभाव ഒരു को യാഗമായി അർപ്പിച്ചുകൊണ്ട് एक बलि बना के നിന്റെ ശരീരത്തെ ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് तेरे शरीर को एक बलि बना के എത്ര പേർ ശരീരത്തെ ഒരു യാഗമായി അർപ്പിക്കാൻ തയ്യാറാ? कितने लोग शरीर को बलि बनाने को तैयार है? ശരീരത്തിലൊരു ശുദ്ധീകരണം. शरीर में एक पवित्रता. നമ്മളൊക്കെ ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ചവരല്ലേ? हम सब आत्मा में शुद्धिकरण पाया है. അത് പോരാ കേട്ടോ. वो काफी नहीं है സ്വർഗ്ഗത്തിൽ പോകാൻ ആത്മാവിന്റെ ശുദ്ധീകരണം മതി. कि स्वर्ग में जाने के लिए आत्मा का शुद्धि काफी പക്ഷേ है. തികഞ്ഞവനായി आमीन നിൽക്കണമെങ്കിൽ, आमीन आमीन. लेकिन सिद्ध होने के लिए ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവനായി आत्मा നിൽക്കണമെങ്കിൽ, का गहराई में उतरने के लिए ആർക്കും കാണാത്ത ആരും കാണാത്ത വചന വെളിപ്പാട് കാണുന്നവനായി നിൽക്കണമെങ്കിൽ, अगर किसी ने नहीं देखा किसी ने नहीं सुना वैसा वचन की गहराई में जाना है तो ഓ ഷാൽഖാനാ റംത ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക, परमेश्वर की आत्मा मुझसे कहता है എല്ലാം കാണുന്ന കണ്ണാണ് നിന്റേതെങ്കിൽ अगर सब कुछ देखने वाला आंखें है तेरी ഈ വചനത്തിന് ആഴം കാണത്തില്ല. आमीन आमीन आमीन. तू
वचन की गहराई में लेके വെളിപ്പാടിന്റെ ആഴം നിനക്ക് കാണണമെങ്കിൽ, अगर तुझे प्रकाशन देखना है तो, ആത്മിക വെളിപ്പാടിന്റെ ആഴം നിനക്ക് കാണണമെങ്കിൽ, आत्मिक प्रकाशन तुझे देखना है तो, എല്ലാം കാണുന്ന കണ്ണ് പോലെ കേട്ടോ. सब कुछ देखने वाले आंखें, ഓ ക്രൂശിക്കപ്പെട്ടൊരു കണ്ണ് നിനക്കുണ്ടാകണം. एक सूरित हुआ आंखें तुझे होना है। ബലിപീഠത്തിൽ അർപ്പിച്ചൊരു കണ്ണ് നിനക്കുണ്ടാകണം. ബലിപീഠത്തിൽ അർപ്പിച്ചൊരു കണ്ണ് നിനക്കുണ്ടാകണം. बलिपीठ में अर्पण किए हुए आंखें तुझे होना है। ആരും കേൾക്കാത്ത ദൈവ ശബ്ദം, ഈ കാലഘട്ടത്തോടുള്ള ദൂത് നിനക്ക് കേൾക്കണമെങ്കിൽ, किसी ने नहीं सुना वैसा परमेश्वर शाला की आवाज, रामधाना। इस पीढ़ी के लिए जो आवाज तुझे सुनना है तो, ആൽക്കേ ഷാമാനാദേ, ദൈവഹിതം നിനക്ക് വെളിപ്പെടണമെങ്കിൽ, परमेश्वर की इच्छा तुझे प्रकट होना है तो, ഹല്ലേലൂയ. If you want to hear the voice of God, अगर तुझे परमेश्वर की आवाज सुनना है, if you want to know the perfect will of God, अगर तुझे परमेश्वर की सही इच्छा जानना how है, to keep your body on the sacrifice table. आपका शरीर को बलिपीठ में चढ़ाना है। Hallelujah. हालेलुया। റോമാലേഖനം അതാ പറയുന്നത് കേട്ടോ. रोमा लेकिन वो कहता है, അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി എന്ത് ചെയ്യണം? സമർപ്പിപ്പീൻ. amen, This is your true and proper worship. എന്താ എഴുതിയിരിക്കുന്നത്? എങ്ങനെ എഴുതിയിരിക്കുന്നത്? This is your true and proper worship. Hallelujah. ये तुम्हारा सही और सच्चा आराधना है। ഇതാണ് നിങ്ങളുടെ ഹല്ലേലൂയ പ്രോപ്പർ വർഷിപ്പ്. यही आपका सच्चा आराधना है। നല്ല വർഷിപ്പ് എന്താണെന്നറിയാമോ? सही आराधना क्या है? നല്ല വർഷിപ്പ് എന്തുവാ? सही आराधना क्या है? നല്ല വർഷിപ്പ് എന്തുവാ? अच्छा നല്ല आराधना क्या കീബോർഡ്, है? നല്ല ഗിറ്റാർ, നല്ല കൊയർ, നല്ല ആനന്ദം, നല്ല കൈയടി, ഇതല്ല നല്ല വർഷിപ്പ്. अच्छा गिटार, अच्छा कीबोर्ड, अच्छा खोयर, अच्छा हाथ ताली बजाना नहीं है। നല്ല വർഷിപ്പ് अच्छा आराधना നിന്റെ ശരീരത്തെ യാഗപീഠത്തിൽ അർപ്പിക്കുന്നതാണ്. तेरा शरीर को बलिपीठ में चढ़ाना है। നല്ല വർഷിപ്പ് अच्छा आराधना നിന്റെ വിശുദ്ധ ജീവിതമാണ്. तेरा पवित्र जीवन है। आमेन। കേട്ടില്ല നിങ്ങൾ? आपने सुना नहीं? എനിക്കിതൊരു റെവലേഷനാ പ്രിയമുള്ളവർ. ये मेरे लिए एक प्रकाशन है। 1000 സ്തുതി പറഞ്ഞാലും, तुम 1000 धन्यवाद കോടി दो, കോടി ധന്യവാദം പറഞ്ഞാലും, कोटि कोटि धन्यवाद दे, ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ अगर जीवन में पवित्रता नहीं है, അത് മലിനമായ വർഷിപ്പാണ്. वो मेला हुआ आराधना है। ഹലോ, ഞാൻ പണ്ട് കണ്ടൊരു ദർശനം ഓർക്കുകയാണ്. मैं पहला देखा हुआ दर्शन याद कर रहे हैं। പണ്ട് കണ്ടൊരു ദർശനം, पहला देखा हुआ दर्शन ഒരു യാഗപീഠം ഞാൻ കാണുകയാ. एक बलिपीठ में देख रहा ആ हूँ। യാഗപീഠത്തിൽ തീയില്ല. उस बलिपीठ में आग नहीं है। അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? इसके लिए क्या हो रहा है? നിങ്ങൾക്കറിയാമോ യാഗപീഠത്തിൽ എന്താ വെക്കുന്നത്? आपको पता है कि बलिपीठ में क्या रखता ആ है? യാഗവസ്തുവിനെയാ വെക്കുന്നത്. वो बलि का वस्तु को रखता है, वो मांस ഞാൻ ആ रखता है। യാഗപീഠത്തിൽ കാണുകയാണ്. मैं वो बलिपीठ में देख रहा അതുകൊണ്ട് ആ യാഗവസ്തു മുഴുവൻ ക്രമിക്കുന്നു. हूँ, इसके लिए वो पूरा सड़ रहा है। അത് മുഴുവൻ ഹല്ലേലൂയ പുഴു അരിച്ചുകൊണ്ടിരിക്കുകയാണ്. उसमें पूरे कीड़े आए हुए हैं। Maggots are running all over. वो ഹല്ലേലൂയ. उसमें पूरा चल रहे हैं। പുഴു എല്ലാം ഓടി നടക്കുക. वो बोलते ना कि कीड़े पूरा चल रहे हैं। ദർശനത്തിൽ കാണുകയാ. मैं दर्शन में देख ഒരു रहे हैं വലിയ ക്രൗഡ് ആ ചുറ്റും നിന്ന് ആരാധിക്കുക. और एक बहुत बड़ा भीड़ वहां रुक के आराधना कर रहे हैं। ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, परमेश्वर की आत्मा मुझसे ഈ कहा, യാഗപീഠത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ये बलिपीठ का समस्या क्या है? എന്താ പ്രശ്നം? क्या है समस्या? ഇവിടെ യാഗവസ്തു വെക്കുന്നുണ്ട്. यहाँ बलि का वस्तु रखता है, ആൾട്ടർ ഹോളി അല്ല. लेकिन वो पवित्र नहीं है। ഹലോ, ഹോളി അല്ലാത്തൊരു ആൾട്ടറിൽ നിന്ന് എത്ര സ്തുതി ഉയർന്നാൽ എന്താ ഗുണം? जो पवित्र नहीं है, वैसे बलिपीठ से जितना भी स्तुति जाए उसका क्या गुण है? ഒരു ഗുണവും ഇല്ല പ്രിയമുള്ളവരെ. कोई गुण नहीं है। ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗവസ്തുവായി ബലിപീഠത്തിൽ ഒന്ന് അർപ്പിക്ക്. അതാണ് ഏറ്റവും നല്ല ആരാധന. आज बोलो, आपके शरीर को जीवित और पवित्र करके बलिपीठ में रखो, वही सबसे अच्छा आराधना है। വിശുദ്ധ ജീവിതം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല. कि पवित्र जीवन स्वर्ग में जाने के लिए नहीं है। വിശുദ്ധ ജീവിതം पवित्र जीवन ദൈവത്തോടുള്ള നിന്റെ ഭക്തിയുടെ പ്രതികരണമാണ്. कि तुम्हारा विश्वास का प्रतिकरण है। ദൈവത്തോടുള്ള നിന്റെ ഭക്തിയുടെ റെസ്പോൺസ് അല്ലേ, പ്രതികരണമാ വിശുദ്ധ ജീവിതം. कि पवित्र जीवन तेरी भक्ति का प्रतिक्रिया है। സ്വർഗം നിനക്ക് തന്നതിനുള്ള പ്രതികരണമാ വിശുദ്ധ कि ജീവിതം. स्वर्ग ने जो तुझे दिया उसका बदले में है। आमीन। കൃപ നിനക്ക് കിട്ടിയതിനുള്ള മറുപടിയാ നിന്റെ വിശുദ്ധ ജീവിതം. कि जो तुझे अनुग्रह मिला उसका उत्तर है तेरा पवित्र ഹലോ, जीवन। സ്വർഗത്തിൽ പോകാനല്ല വിശുദ്ധനായിട്ട് ജീവിക്കുന്നത്. कि स्वर्ग में जाने के लिए नहीं पवित्र होकर जीता। സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ടുള്ള തയ്യാറെടുപ്പാ വിശുദ്ധ ജീവിതം. स्वर्ग में ले जाएगा बोल के उसकी तैयारी है पवित्र जीवन। आमीन। നിങ്ങളെ എവിടോട്ടേക്കെങ്കിലും ഒന്ന് വിളിച്ചേക്ക് ഒന്ന് ചിന്തിച്ചു. आपको कहीं बुलाया सोचो। ഹല്ലേലൂയ.
നിങ്ങൾ പോകുന്ന ദേശത്തിന്റെ ഡ്രസ്സ് നിങ്ങൾ തയ്പ്പിക്കും അല്ലേ? आप जिस देश में जा रहे हो उस देश का ड्रेस अब सिलाता है। നിങ്ങൾ എവിടെയെങ്കിലും പാശ്ചാത്യ നാട്ടിൽ പോവുകയാണെങ്കിൽ, if you go to some western country, अगर आप कोई वेस्टर्न कंट्री में जाता है, കോട്ടും സൂട്ടും ഒക്കെ തയ്ച്ചോണ്ട് പോകും അല്ലേ? आप कोट सूट बना के जाएगा। അപ്പൊ നമ്മൾ ആ ദേശത്തിന്റെ വേഷം ഇടും അല്ലേ? हम उस देश का वस्त्र पहनेगा। സ്വർഗത്തിൽ പോകാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് स्वर्ग में जाने के लिए आपको तैयार ടിക്കറ്റ് किया, ബുക്ക് ചെയ്തു, टिकट बुक किया, പാസ്പോർട്ട് വിസയും എല്ലാം ഓക്കെ. पासपोर्ट वीसा सब ओके പക്ഷേ है। ഇപ്പോഴാ നീ ഉടുപ്പ് തയ്പ്പിച്ചു. पर अभी से तू ഈ वस्त्र सिला दे। ചെരുപ്പ് ആ സ്വർഗത്തിന് ഇഷ്ടമല്ലെങ്കിൽ, ये चप्पल अगर स्वर्ग को ഈ पसंद नहीं है तो ചെരുപ്പ് നീ സ്വമേധയാ ഊരിക്കളയണം. ये चप्पल तू खुद उतार ഈ के फेंकना ഉടുപ്പ് है। സ്വർഗത്തിന് ഇഷ്ടമല്ലെങ്കിൽ, अगर ये वस्त्र स्वर्ग को पसंद नहीं है तो സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല അത് ചെയ്യുന്നത്. तू स्वर्ग में അത് जाने के लिए नहीं कर സ്വർഗത്തിൽ रहे। പോകാൻ നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പ്രതികരണമാണ്. वो स्वर्ग में जाने के लिए तुझे चुना है, उसका प्रतिक्रिया है। എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे हैं? ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ജീസസ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി അർപ്പിപ്പീൻ. इसके लिए आपके शरीर को जीवन और पवित्र बलि ഇതാണ് बनाओ। ഏറ്റവും നല്ല ആരാധന. ये है सबसे अच्छा आराधना। അപ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് तो वो पवित्र जीवन ഇതെവിടെ സംഭവിക്കുന്നത്? ये कहाँ होता है? ഇതെവിടെ സംഭവിക്കുന്നത്? ये कहाँ होता है? ശരീരത്തിലാണ്, शरीर में होता है, ആത്മാവിലല്ല കേട്ടോ. आत्मा में नहीं। ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടു, कि आत्मा शुद्ध हुआ, പക്ഷേ വിശുദ്ധ ജീവിതം നടക്കുന്നത് ജഡത്തിലാ. लेकिन पवित्र जीवन शरीर में होना ഈ है तो ശരീരത്തിൽ വിശുദ്ധി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ, ये शरीर में पवित्रता प्रकट होगा ശരീരത്തിൽ तो ही, ചിലതിനെ നിങ്ങൾ യാഗപീഠത്തിലേക്ക് അർപ്പിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ, शरीर का कुछ अभिलाष को तुम बलि में चढ़ाएगा तो ही, ഹല്ലേലൂയ, നിങ്ങളൊരു നല്ല ആരാധകനായി മാറത്തുള്ളൂ. तभी तो एक अच्छा आराधना करने वाला बनेगा। എങ്കിൽ മാത്രമേ तो ही, നിങ്ങൾ ഉയർത്തുന്ന ധൂപകലശത്തിന്റെ മുമ്പിൽ तभी जब तुम उठाने वाले धूम्र के ऊपर, ബാധകൾ നിൽക്കത്തുള്ളൂ. तब जाके वो बाधा रुकेगा। നിനക്ക് ബാധകൾക്ക് ബൗണ്ടറി ഇടണമോ? अगर तुझे मारी को अगर बाउंड्री डालना है, നിനക്കെന്നതിന്റെ ഇപ്പുറത്തെ അന്യായ ശക്തികൾ കേറാതെ നിനക്ക് ബൗണ്ടറി ഇടണമോ? तू जहाँ रुका है उसके उस पार तुझे कोई भी अन्य शक्ति नहीं आना है तो നീ കത്തിക്കുന്ന ധൂപകലശം വിശുദ്ധമായിരിക്കണം. तू जो धूप लगाने वाला वो पवित्र होना നിന്റെ चाहिए। ആൾട്ടർ വിശുദ്ധമായിരിക്കണം. तेरा बेदी पवित्र होना നിന്റെ चाहिए। ബലിപീഠം तेरा വിശുദ്ധമായിരിക്കണം. बलिपीठ पवित्र होना നിന്റെ चाहिए। ശരീരം तेरा വിശുദ്ധമായിരിക്കണം. शरीर पवित्र होना चाहिए। വിശുദ്ധിയില്ലാത്ത ശരീരത്തിൽ जो जिस शरीर में पवित्रता അവിടെ नहीं है, ഉയരുന്ന ആരാധന സ്വർഗത്തിന് സുഗ്രാഹ്യമാകുകയില്ല. वहां से उठने वाला आराधना स्वर्ग के लिए आनंद नहीं है। പുഴുവരിച്ചൊരു ആരാധകനായി നിങ്ങൾ മാറരുത്. ये कीड़ा पड़ा हुआ आराधना नहीं होना चाहिए। ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, परमेश्वर की आत्मा मुझसे कहता है, ഇന്ന് പല ബലിപീഠങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? आज बहुत सारे बलिपीठ का अवस्था क्या है? ശുദ്ധിയില്ലാത്ത ആരാധന, कि एक पवित्रता नहीं वैसा आराधना, പുഴുവരിച്ച് നടക്കുകയാ. कि वहाँ कीड़े पड़े हुए हैं। ഒരു നിമിഷം ശ്രദ്ധിച്ചട്ടെ एक പ്രിയപ്പെട്ടവരെ. मिनट ध्यान देना। യഹൂദ സഭയോട് ദൈവം മോശയിലൂടെ കൽപ്പന കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, कि यहूदा कलीसिया को मूसा के द्वारा जब आज्ञा दी तो इस प्रकार कहा യാഗപീഠത്തിലെ തീ കെട്ടുപോകരുത്. कि बलिपीठ का आग कभी बंद नहीं होना है। എന്താണെന്നറിയാമോ? उसका कारण क्या है? എന്താ തീ കെട്ടുപോകരുതാത്തത്? क्यों नहीं होना है? അതിൽ വെക്കുന്ന മാംസം इसके ऊपर जो मांस തീ रखेगा, കെട്ടുപോയാൽ अगर आग बुझ जाएगा, നിങ്ങൾ എന്ത് സംഭവിക്കുന്നത്? आप बोलो क्या होगा? നാളെ അത് പുഴുവരിക്കും. कल वो कीड़ा पड़ेगा। ഇന്ന് അനേക ബലിപീഠങ്ങളിൽ തീ കെട്ടുപോയത് കൊണ്ട്, आज बहुत सारे बलिपीठ में जो आग रुक गया തീ കെട്ടുപോയത് കൊണ്ട് आग रुक गया ആ ബലിപീഠങ്ങൾ അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. वो बलिपीठ अशुद्ध हो रहा है। അഗ്നി കത്താത്ത സഭകളുണ്ട് കേട്ടോ. अग्नि नहीं चल रहे वैसा कलीसिया है। അഗ്നി കത്താത്ത കുടുംബങ്ങളുണ്ട്. अग्नि नहीं चल रहे वैसा कुटुंब है। അഗ്നി കത്താത്ത വ്യക്തികളുണ്ട്. अग्नि नहीं चलने वाले व्यक्ति है। സങ്കടത്തോട് പറയട്ടെ, मैं दुख के साथ कहता हूँ, ഹല്ലേലൂയ, അതിനകത്ത് പുഴുവരിക്കും. उसके अंदर कीड़े पड़ेंगे। ആരാധന സ്വർഗ്ഗം സ്വീകരിക്കത്തില്ല. वो आराधना स्वर्ग ആ स्वीकार नहीं സ്തോത്രം करेगा। സ്വർഗ്ഗം वो സ്വീകരിക്കത്തില്ല. धन्यवाद स्वर्ग स्वीकार नहीं करेगा। പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളിൽ आमेन, എന്നും आमेन, आमेन, കത്തിക്കൊണ്ടിരിക്കട്ടെ. आमेन, आमेन। पवित्र आत्मा का अग्नि आप में हमेशा जलते रहे। ലീഡ് എ ലൈഫ് ഓഫ് ഹോളിനെസ്. एक पवित्र जीवन को नए ഓ करो। ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. आप इसके साथ समझौता नहीं ചില कर सकते। കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറച്ച തീരുമാനം വേണം. कुछ विषय में आपको पक्का निर्णय होना യേശു है। നോയിങ് ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിയണം. हाँ और ना आपको साफ साफ നന്മയും जानना है। തിന്മയും എന്താന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യണം. अच्छा और बुरा क्या है आपको फर्क പ്രിയരേ, पड़ना है। നന്മ മാത്രം കൈക്കൊള്ളുക,
भाइयों केवल अच्छा उसको पाओ തിന്മയ്ക്ക് അശുദ്ധിക്ക് പുറംതിരിഞ്ഞു നിൽക്കുക, और बुरा और अशुद्धि को पीछे हट വിശുദ്ധ जाओ, ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക. पवित्र जीवन के लिए तैयार हो. നിങ്ങൾ വിശുദ്ധിയോട് നിന്നാൽ आप पवित्रता के साथ ഭയഭക്തി रुकेगा. നിമിത്തം ഉത്തരം വരാൻ പോകുക. भाई व्यक्ति की वजह से उत्तर ഓ, आएगा. നിങ്ങൾ ഭയഭക്തിയോട് നിന്നാൽ आप भाई भक्ति के साथ रुकेगा. ആത്മാവിന്റെ ആഴങ്ങൾ നിനക്ക് വെളിപ്പെടാൻ പോകുക. आत्मा का गहराई तुझे प्रकट होगा. ഭയഭക്തിയോട് നിന്നാൽ तू भाई भक्ति के साथ रुकेगा. ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ जीवन और पवित्र बलि अगर तुझे बनाएगा. റോമർ 12ന്റെ 2-ാം വാക്യം പറയുന്നു, रोमर 12 का ഈ दूसरा कहते हैं, ലോകത്തിന് അനുരൂപരാകാതെ इस दुनिया संसार के सिवा ना बनते हुए പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതാകുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. भला भक्ति और शुद्ध इच्छा परमेश्वर का जानने के लिए तुम मन फिरा के शुद्ध हो जाओ. ദൈവഹിതം എങ്ങനെയാണെന്ന് അറിയാമോ? तो परमेश्वर की इच्छा क्या है? നന്മയുള്ളതാ. कि भला है. ഹല്ലേലൂയ. ദൈവഹിതം എല്ലാവരും പറഞ്ഞാട്ടെ. परमेश्वर की इच्छा सभी लोग मुंह खोल के कहो ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാൽ कि परमेश्वर की इच्छा तुम्हारे जीवन में होगा. उसके अंदर एक फलाई है. അതിനകത്തൊരു നന്മയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം എന്താണോ परमेश्वर की इच्छा जो भी आपके जीवन അത് में നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം. वो आपको पसंद नहीं होगा, ദൈവം അതിനകത്ത് വെച്ചിട്ടുള്ള നന്മ നിനക്ക് വേണ്ടിയുണ്ട്. लेकिन उसमें परमेश्वर तेरे लिए भलाई रखा है. രണ്ടാമത് ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താ? क्या है परमेश्वर की इच्छा के खासियत? ദൈവഹിതം ദൈവത്തിന് പ്രസാദമുള്ളതാണ്. कि परमेश्वर की इच्छा परमेश्वर को प्रसन्न है. മൂന്നാമത് ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താ? तीसरा क्या है परमेश्वर की इच्छा का खासियत? ദൈവഹിതം പെർഫെക്റ്റ് ആണ്. कि परमेश्वर की इच्छा നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല്, कि परमेश्वर को तेरे ऊपर जो सिद्ध इच्छा है, ദൈവത്തിന്റെ പ്ലീസിംഗ് വില്ല്, कि उसका जो सिद्ध इच्छा, ദൈവത്തിന്റെ ഗുഡ്നസ് നിറച്ച വില്ല് कि उसका जो सिद्ध इच्छा है, നിനക്ക് വെളിപ്പെടണമെങ്കിൽ अगर तुझे प्रकट होना है तो ഹലോ, എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे हैं? ദൈവം ചിലത് നിന്നോട് സംസാരിക്കണമെങ്കിൽ, अगर परमेश्वर कुछ तुझसे ചില बातें करना है तो, വെളിപ്പാടും തൂതും നീ കാണണമെങ്കിൽ, कुछ प्रकाशन और वाणी तुझे सुनना है तो, എന്താ പറയുന്നത്? ദൈവഹിതം വെളിപ്പെടണമെങ്കിൽ, कि परमेश्वर की इच्छा प्रकट होना है तो, ദൈവഹിതം വെളിപ്പെടണമെങ്കിൽ परमेश्वर की इच्छा प्रकट होना है तो അങ്ങനല്ലേ അത് പറയുന്നത് അല്ലേ? നിങ്ങൾ രൂപാന്തരപ്പെടണം, आपको रूपांतर पाना है, അല്ലേ? വെളിപ്പെടുത്തില്ല. नहीं तो प्रकट नहीं होगा. അല്ല, കണ്ണിന്റെ മുമ്പിൽ ഒരു കർട്ടൻ കിടക്കുകയാ, नहीं तो आंखों के सामने एक पर्दा गिरा है, കാണത്തില്ല, नहीं देखेगा. തിമിരം പിടിച്ചിരിക്കുകയാ. वो मोती बिंदु आया हुआ നമ്മുടെ है. കണ്ണുകൾക്ക് തിമിരം പിടിച്ചിരിക്കുകയാ. हमारी आंखों में मोती बिंदु आया है. എല്ലാം കാണുന്ന കണ്ണുകൾ കൊണ്ട് सब कुछ देखने वाले आंखों से ആത്മാവിന്റെ ആഴങ്ങൾ നീ കാണുകയില്ല. आत्मा की गहराई तू नहीं देखेगा. എല്ലാം കാണുന്ന കണ്ണുകൾ കൊണ്ട് सब कुछ देखने वाले आंखों से തിരുഹൃദയത്തിന്റെ ആഗ്രഹം നീ അറിയയില്ല. परमेश्वर की इच्छा तू नहीं जानेगा. എല്ലാം കേൾക്കുന്ന ചെവി കൊണ്ട് सब कुछ सुनने वाले ദൈവ कानों से ശബ്ദം നീ കേൾക്കുകയില്ല. परमेश्वर की आवाज तू नहीं सुनेगा. അത് കേൾക്കണമെങ്കിൽ अगर वो सुनना है तो ഇന്ന് പകൽക്കാലം നിന്റെ കാതുകളെ നീ ശുദ്ധീകരിച്ചാട്ടെ, आज के दिन तेरे कानों को तू शुद्ध നിന്റെ कर, കണ്ണുകളെ നീ ശുദ്ധീകരിച്ചാട്ടെ. तेरी आंखों को तू शुद्ध कर. ദൈവം തന്റെ കൗൺസിൽ റൂമിൽ, ദൈവം തന്റെ ദർബാറിൽ നടക്കുന്ന ചർച്ച നിന്നെ കേൾപ്പിക്കാൻ പോകുകയാ. परमेश्वर उसके दरबार में क्या चर्चा होता तुझे सुनाएगा. आमीन. ദൈവത്തിന്റെ ഹൃദയമിടിപ്പ് നീ കേൾക്കാൻ പോകുകയാ. परमेश्वर का छाती का जो आवाज तू അത്യുന്നതന്റെ सुनेगा, മനസ്സ് നീ അറിയാൻ പോകുകയാ. तू उसका मन को जानेगा. സ്വർഗത്തിന്റെ പദ്ധതി, स्वर्ग का जो योजना, ദേശത്തെ കുറിച്ചുള്ള പദ്ധതി, देश के ऊपर जो योजना है, സഭകളെ കുറിച്ചുള്ള പദ്ധതി, कलीसिया के ऊपर जो ഓ, योजना है, നന്മയുള്ള പദ്ധതി, भलाई का योजना, പ്രസാദമുള്ള പദ്ധതി, जो सिद्ध പൂർണ്ണതയുള്ള പദ്ധതി, जो सिद्ध योजना, ദേശങ്ങളെ കുറിച്ച്, देशों के बारे में, സഭകളെ കുറിച്ച്, कलीसियाओं के बारे में, കുടുംബങ്ങളെ കുറിച്ച് कुटुंबों के बारे में നിനക്ക് വെളിപ്പെടണമെങ്കിൽ, अगर तुझे प्रकट होना है तो, ആത്മാവിന്റെ ആഴങ്ങൾ നിനക്ക് വെളിപ്പെടണമെങ്കിൽ, आत्मा की गहराई तुझे प्रकट ആരും होना है तो, കാണാത്ത വചനത്തിന്റെ വെളിപ്പാട് നീ പ്രാപിക്കണമെങ്കിൽ, अगर सही में वचन की गहराई को तुझे प्राप्त करना है तो, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, पवित्र आत्मा तुझे आज ഓ कहता है, സഭ രൂപാന്തരപ്പെടട്ടെ, कलीसिया रूपांतर पाने दे, യൗവനക്കാർ രൂപാന്തരപ്പെടട്ടെ, नौजवान लोग रूपांतर ഈ पाए, ലോകത്തിന് അനുരൂപരാകാതെ, ये दुनिया के रूप do से ना not जाते, confine with the world, दुनिया की तरह ना ഈ बनते हुए, ലോകത്തിന് അനുരൂപപ്പെടാതെ, ये दुनिया की तरह ना ഈ बनते हुए, ലോകത്തിന് അനുരൂപപ്പെടാതെ, ये दुनिया की तरह ना होते हुए, ലോകം ചെയ്യുന്നതെല്ലാം ചെയ്ത് നീ ജീവിച്ചാൽ दुनिया जो कर रहे सब कुछ तू करके നീ ഒരു जिएगा, ചെടികനായി ജീവിക്കും. तू एक शारीरिक बन के വാദവും जिएगा, കലഹവും ഈർഷ്യയും ശങ്കയും അസൂയയും എല്ലാം നിറഞ്ഞ ഒരു വല്ലാത്ത ക്രിസ്തീയ ജീവിതം. कि वाद विवाद झगड़ा जलन ये सब रख के एक मसीह जीवन जिएगा. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട अगर मन फिरा के ഓ अगर तू रूपांतर ജീവനും पाएगा, വിശുദ്ധിയുമുള്ള യാഗമായി
जीवन और पवित्र बलि बन के നിന്റെ ശരീരത്തെ യാഗപീഠത്തിൽ അർപ്പിച്ചാൽ, तू शरीर को अगर बलिपीठ में रखेगा, ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു अगर കൊടുത്താൽ, तू क्रूसित होने के लिए देगा, നീ അനുസരണം പഠിക്കാൻ പോകുകയാ. तू पालन करना सीखेगा അനുസരണം നിന്നെ തികഞ്ഞവനാക്കാൻ പോകുകയാ. और पालन करना तुझे सिद्ध നിന്റെ बनाएगा। കഷ്ടങ്ങളിലൂടെ तेरे कष्टों से സഹിഷ്ണുത പഠിപ്പിച്ച് तुझे सिखा के സിദ്ധനാക്കി മാറ്റി तुझे सिद्ध बना के ആത്മാവിന്റെ ആഴങ്ങളെ സ്വർഗ്ഗം നിനക്ക് വെളിപ്പെടുത്താൻ പോകുകയാ. आत्मा का गहराई को सब तुझे प्रकट हे! करेगा। आमीन। ഈ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചില കഷ്ടതയുണ്ടല്ലോ. कि हमारा जीवन जो कष्ट आता है, ദൈവം ചേരുന്ന ചില തല്ലുണ്ടല്ലോ, जो परमेश्वर देने वाला जो मार है, ആ പ്രശ്നമുണ്ടല്ലോ, वो जो समस्या है, ആ വെല്ലുവിളി ഉണ്ടല്ലോ, वो जो चुनौती, അത് നിനക്ക് അനുഗ്രഹമാ. वो तेरे लिए आशीष है। അതില്ലായിരുന്നെങ്കിൽ अगर वो नहीं होता മഹാ ഉഴപ്പനായി പോയേനെ. तो तू बिगड़ गया होता। അത് ഉള്ളത് കൊണ്ട് वो है നീ के വിശുദ്ധി വളരുകയാ. तू पवित्रता में അത് बढ़ ഉള്ളത് रहा है। കൊണ്ട് वो है के പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ കടക്കുകയാ. तू आत्मिक गहराई അത് में ഉള്ളത് बढ़ रहा കൊണ്ട് है। वो है के സ്വർഗ്ഗത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കുകയാ. तेरे लिए स्वर्ग के खिड़की खुल रहे। നിന്റെ പത്മസ് ഉണ്ടല്ലോ, आमीन आमीन। तेरी നിന്റെ पत्नी जो है, ഒറ്റപ്പെടലുണ്ടല്ലോ, तेरा जो अकेलापन അത് है, സ്വർഗ്ഗം നിന്റെ തലയ്ക്ക് മുകളിൽ തുറക്കുവാൻ കാരണം वो है स्वर्ग तेरे सर के ऊपर खुलने का कारण। റോമാലേഖനം കൃപയുടെ ലേഖനമാണെങ്കിൽ, अगर रोमा का जो किताब है वो अनुग्रह के बारे में है, तो 1 പത്രോസിന്റെ ലേഖനം एक पत्रोस का लेखक കഷ്ടതയുടെ ലേഖനമാണ്. वो कष्ट का है। He's always talking about suffering, suffering, suffering. वो कष्ट के बारे में कहता है। പത്രോസിന് അതേ പറയാനുള്ളൂ. पत्रोस को ही कहना है പത്രോസ് പറയാ, നിങ്ങൾ കഷ്ടം അനുഭവിക്കണം. कि पत्रोस बोलते तुम कष्ट उठाना। ഞൊടി നേരത്തേക്കാണ്. वो क्षण भर के लिए, ഞൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടം ये जो क्षण भर का जो कष्ट അത്യന്തം है, അനവധിയായി തേജസ്സിന്റെ നിത്യഘനം പ്രാപിപ്പാൻ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റും. ये जो तुम्हें अनंत जीवन, ആ കഷ്ടങ്ങൾ നിന്നെ वो कष्ट तुझे, ഒരു സിദ്ധനാക്കി മാറ്റും. वो तुझे सिद्ध बनाएगा। ആ തീച്ചൂള നിന്നെ वो जो अग्नि तुझे, നിന്റെ വിഷന്റെ ക്ലാരിറ്റിയെ വർദ്ധിപ്പിക്കും. वो तेरे विजन का क्लैरिटी को बढ़ाएगा। ആ പ്രശ്നം നിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കുമെന്ന് वो समस्या तेरे अनुग्रह को प्रकट करेगा। നിങ്ങൾ अनेक അഭിഷക്തന്മാരെ കണ്ടിട്ടുണ്ടല്ലേ? तू बहुत सारे अभिषेकों को देखा है। അവരൊക്കെ കത്തുന്ന കൃപാവരത്തിന്റെ തീയുടെ രഹസ്യം എന്താണെന്നറിയാമോ? उनके अंदर चलने वाला अनुग्रह का आग का कारण क्या है? അവരിറങ്ങിയ തീച്ചൂളകളാ. उन्होंने जो सामना किया आग है। കർത്താവിന് വേണ്ടി നിനക്ക് കത്തണമോ? अगर तुझे परमेश्वर के लिए चलना है, കർത്താവിന് വേണ്ടി നിനക്ക് ജ്വലിക്കണമോ? अगर परमेश्वर तुझे प्रकाशित होना അഭിഷേകം है, ജ്വലിക്കണമോ? कि अगर अभिषेक को കൃപാവരങ്ങൾ प्रकाशित होना है, ജ്വലിക്കണമോ? अनुग्रह अगर प्रकट न होना है, സ്വർഗം നിന്നെ തീച്ചൂളയിലൂടെ കടത്തിവിടും. स्वर्ग तुझे आग से चलाएगा। അത് നിന്നെ ദഹിപ്പിക്കാനല്ല, वो अग्नि तुझे जलाने അത് के लिए നിന്നെ नहीं, ഇല്ലായ്മ ചെയ്യാനല്ല, वो तुझे नाश करने के लिए नहीं, പൊന്നുപോലെ നിന്നെ ശുദ്ധീകരിച്ച്, वो सोने के जैसे अच्छा करके, പൊന്നുപോലെ നിന്നെ ശുദ്ധീകരിച്ച്, सोने के जैसे शुद्ध करके, പൊന്നുപോലെ നിന്നെ ശുദ്ധീകരിച്ച് सोने के जैसे शुद्ध करके, മൂർച്ചയുള്ള ഒന്നാക്കി മാറ്റി, एक धार वाला बना के, തിളങ്ങുന്ന ഒന്നാക്കി മാറ്റി. चमकने वाला बना के। നിന്റെ ജീവിതത്തിലുള്ള തടസ്സമുണ്ടല്ലോ, जो तेरे जीवन में जो रुकावट है, നിന്റെ ബിസിനസ്സിലുള്ള തടസ്സമുണ്ടല്ലോ, जो तेरे बिजनेस में जो നിന്റെ रुकावट है, ശരീരത്തിലുള്ള രോഗമുണ്ടല്ലോ, जो तेरे शरीर में जो रोग അത് है, നിന്നെ തകർക്കുവാനല്ല, वो तुझे नाश करने के लिए ഓ नहीं, നിന്നെ തകർക്കുവാനല്ല, वो तुझे नाश करने നിന്നെ के लिए नहीं, മുടിക്കുവാനല്ല, वो तुझे नाश നിന്നെ करने के लिए नहीं, പണിയാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. वो तुझे बनाने का परमेश्वर നിന്റെ की योजना സാമ്പത്തിക है। ബുദ്ധിമുട്ടുണ്ടല്ലോ, जो तेरे धन का जो നിന്നെ कमी है, പണിതെടുത്ത് പൊന്നാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. वो तुझे सोना बनाने का परमेश्वर की योजना है। തികഞ്ഞവനാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. तुझे सिद्ध बनाने का परमेश्वर की योजना है। അഭിഷേകം വെളിപ്പെടാൻ പോകുകയാ. अभिषेक प्रकट होने वाला है। നിന്റെ ശരീരങ്ങളെ നീ അർപ്പിച്ചു കൊടുക്ക. तेरे शरीर को जरा अर्पण करके देख, ദൈവഹിതം വെളിപ്പെടാൻ പോകുകയാ. परमेश्वर की इच्छा प्रकट होगा। आमीन। ദൈവഹിതം വെളിപ്പെടാൻ പോകുകയാ. परमेश्वर की इच्छा प्रकट എന്ന് होगा। പറഞ്ഞാൽ നീ മുട്ടുമടക്കുമ്പോൾ जब तू घुटना टेकेगा, ജീവിതങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം നിനക്ക് വെളിപ്പെടാൻ പോകുകയാ. कि लोगों के ऊपर जो परमेश्वर की इच्छा तुझे നീ प्रकट होगा। മുട്ടുമടക്കുമ്പോൾ ദേശങ്ങളെ കുറിച്ച് ദൂത് നിനക്ക് കിട്ടാൻ പോകുകയാ. जब तू घुटना टेकेगा, देशों के बारे में वाणी तुझे मिलेगा। ഒരുപാട് അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. कितने लोगों प्राप्त करना चाहता है। ചോദിക്കാറില്ലേ, കർത്താവ് ഈ നടക്കുന്നതൊക്കെ നേരത്തെ എനിക്ക് എന്താ വെളിപ്പെടാഞ്ഞത്? पूछते ना परमेश्वर होने वाला पहले मुझे प्रकट क्यों नहीं हुआ? വെളിപ്പെടണമെങ്കിൽ, अगर प्रकट होना है तो, വെളിപ്പെടണമെങ്കിൽ प्रकट होना है ഈ तो, ലോകത്തിന് അനുരൂപരാകാതെ, ये दुनिया के समान ना बनते हुए, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ये दुनिया के समान ना बनते हुए, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ഏൽപ്പിച്ച് तुम्हारे शरीर को जीवन और पवित्र बलि बना के, ഒരു ക്രൂശീകരണ അനുഭവത്തിലൂടെ കടന്നുപോയി. एक सूलित अनुभव से जाके, ഒന്ന് മുട്ട ഇരുന്ന് നോക്കിക്കേ. एक बार घुटने में टेक के देखो, बैठ के देखो। ഇവരെ ആരും പറയാത്ത ദൂത് നീ പറയും. दूसरा किसी ने क्या नहीं कहा वैसा वाणी तू कहेगा। 100% ഉറപ്പാ കേട്ടോ. 100% सच है। എത്ര പേർ സമർപ്പിക്കും പകൽക്കാലം? कितने लोग समर्पण करेगा आज? അതുകൊണ്ട് എന്ത് ചെയ്യണം?
लिए क्या करना है? പറഞ്ഞില്ല പത്രോസിന്റെ ലേഖനം मैंने कहा पत्रोस का जो लेख है അതോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. वो कह के प्रार्थना करेंगे. പത്രോസിന്റെ ലേഖനം पत्रोस का लेख കഷ്ടതയുടെ ലേഖനമാ. कष्ट का लेख है. ആ ലേഖനത്തിൽ उस लेख में 1 പത്രോസ് 4:1 1 पत्रोस 4:1 में എന്താ എഴുതിയിരിക്കുന്നു വായിച്ചേ. യേശു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. ഓ നിങ്ങളും ഉസി മാൻസാക്കോ. ഹലോ, നിങ്ങൾ അതിനെ ഒരു ആയുധമായിട്ട് ധരിക്കാൻ कि तुम उसको एक हथियार बना के धारण करो. എഫേസ്യ ലേഖനം 6 അധ്യായത്തിലെ एफेसिया 6 में ആത്മാവിന്റെ സർവായുധ വർഗ്ഗങ്ങളുണ്ടല്ലോ. कि आत्मा का जो आयुधों के बारे में कहता है. അതിനകത്ത് പറയാത്ത ഒരു ആയുധം ഇവിടെ പറഞ്ഞിരിക്കുക. वहाँ जो नहीं कहा वो एक हथियार यहाँ कहता है. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? यहाँ क्या कहता है? നിങ്ങൾ तुम ഒരു ഹത്യാറായിട്ട് ഇതിനെ ധരിക്കണം. एक हथियार बना के इसको पहनना. ഏതിനെയാ ധരിക്കേണ്ടത്? किसको पहनना? എന്തിനാ? കഷ്ടതയോ? അല്ല, नहीं, കഷ്ടത ധരിക്കണം എന്നല്ല പറഞ്ഞത്. कष्ट को धरने के नहीं बोला. കഷ്ടതയോടുള്ള യേശുവിന്റെ മനോഭാവം എന്തായിരുന്നുവോ, कष्ट के साथ यीशु का मानसा क्या है ना? मानसा ആ था, മനോഭാവത്തെ उस मानसा को നിങ്ങൾ ധരിക്കണം. तुम्हें पहनना है. എത്ര പേർ സമർപ്പിക്കാൻ തയ്യാറാ? കഷ്ടതയുള്ള യേശുവിന്റെ മനോഭാവം എന്തായിരുന്നു? കഷ്ടത മാറാൻ പ്രാർത്ഥിച്ചു. कष्ट हटाने के लिए प्रार्थना किया. മാറിയില്ലെന്ന് കണ്ടപ്പോൾ, जब नहीं हटा तो പിതാവ് ഏൽപ്പിച്ചപ്പോൾ जब पिता ने दिया അനുസരിച്ചു. और पालन किया. അനുസരിച്ചുകൊണ്ട് എന്ത് പറ്റി? पालन किया तो क्या हुआ? തികഞ്ഞവനായി. वो सिद्ध हुआ. തികഞ്ഞവനായതുകൊണ്ട് എന്ത് പറ്റി? सिद्ध हुआ तो क्या हुआ? അടുത്ത വാക്യത്തിലെ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, इब्राहिम में कहता है തന്നെ വിശ്വസിക്കുന്ന അനേകർക്ക് അവൻ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. उसको विश्वास करने वाले अनेक को उद्धार का कारण बना. തികഞ്ഞവനായാൽ എന്താ ഗുണം? सिद्ध होने से क्या गुण? നിന്റെ വചനം കേൾക്കുന്ന അനേകർക്ക് നീ വിടുതലായി മാറും. कि तेरा वचन सुनने वाले अनेकों को तू छुटकारा बनेगा. ഈ മനോഭാവം ഒന്ന് ധരിക്കാമോ? ये मन भावना जब तू बनाए കഷ്ടതയോ പട്ടിണിയോ പരിഹാസമോ നിന്ദയോ എന്തുമാകട്ടെ, ഈ മനോഭാവം ഞാൻ ധരിക്കുകയാ. कष्ट हो या निंदा हो या भूखमरी हो, जो भी हो, इसको मैं എന്ത് पहनूंगा. പ്രശ്നം വന്നാലും जो भी कष्ट आएगा, യേശുവിന്റെ മനോഭാവം ഞാൻ ധരിക്കുകയാ. यीशु का मन को मैं पहनेगा. ഈ ഒരു അനുഗ്രഹമാകാൻ പോകുകയാ. तू एक आशीष നീ बनेगा. കൈവെക്കുന്നവൻ സൗഖ്യമാകാൻ तू हाथ പോകുകയാ. रखेगा वो चंगा നീ होगा. പ്രസംഗിക്കുന്നവൻ അത് ദൂത് കേട്ട് വിശ്വസിക്കാൻ तू പോകുകയാ. जब प्रचार करेगा वो വെളിപ്പാടുകൾ പ്രാപിക്കാൻ പോകുകയാ. तू प्रकाशन को ഓ पाएगा. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 പത്രോസ് 4. ഓ പാപ്സേ, നിങ്ങൾക്കറിയാമോ കഷ്ടത ശരീരത്തിൽ സഹിക്കുമ്പോൾ there is a deliverance from sin. Oh, जब तुम that's a कष्ट को revelation. शरीर में उठाते हो, पाप से तुम छूट गया. Can you believe that? क्या तुम विश्वास कर सकते हो? നിങ്ങളുടെ ശരീരത്തിൽ കഷ്ടത വരുമ്പോൾ जब तुम्हारे शरीर में कष्ट आता അത് है, ദൈവത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രോസസ്സാ. वो परमेश्वर का एक शुद्धिकरण का प्रोसेस है. അതിലൂടെ എന്ത് സംഭവിക്കുന്ന അറിയാമോ? उससे क्या होगा? വേണ്ടാത്ത ചിലതിനെ നിങ്ങൾ മുറിച്ചു മാറ്റും. कि जो नहीं चाहिए उसको तुम काट फेंकोगे. അതിലൂടെ എന്ത് സംഭവിക്കും? ചില തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുക്കും. उससे क्या होगा? कुछ निर्णय ഹലോ, होगा. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ तो कष्ट जीवन में आएगा, നമ്മുടെ ജീവിതത്തെ ഒരുക്കാൻ കാരണമായി തീരും. हमारा जीवन को बनाने का कारण होगा. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അടുത്ത വാക്യങ്ങൾ. वैसे करते तो क्या होगा? अगला वचन. അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ, इसलिए जब तुम्हें कष्ट आया है, ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, चुनौती आया है, നിങ്ങൾക്ക് ജയം തന്നുകൊണ്ടിരിക്കുക ദൈവം. परमेश्वर तुम्हें जय दे रहा है. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? इसलिए अभी तुम्हें क्या करना है? നിങ്ങളുടെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കരുത്. तुम्हारे शरीर के इच्छा के लिए नहीं जीना है. എന്തിനു വേണ്ടി ജീവിക്കണം? फिर किसके लिए जीना है? നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ജീവിക്കണം. भला और संपूर्ण परमेश्वर की इच्छा के लिए जीना है. എത്ര പേർ പറയും कितने लोग कहेगा എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുക? मेरे इच्छा नहीं तेरी इच्छा करने के लिए. ദൈവമക്കൾ ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാണ് हर एक जन परमेश्वर सामने में खड़े हो जाइए. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. हम एक साथ प्रार्थना करने जा रहे हैं. എത്ര പേരോട് സംസാരിച്ചു? ये वचन कितने लोगों से बातें किया? നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, പരിഹാസം, നിന്ദ, ദുഷി, ചലഞ്ചസ് എല്ലാം ഉണ്ടല്ലോ. जो तुम सामना कर रहे कष्ट, जो चैलेंजेस, चुनौती है, सब നിങ്ങൾ जो है നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. आज जो तुम सामना करना समस्या जो है, അതിന് മുന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. उसके सामने एक पद्धति है. നീ എന്ന വ്യക്തിയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. आमीन आमीन आमीन. तू जो व्यक्ति परमेश्वर को बना रहा है, ചില ഏറിയാകളെ ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. तेरे कुछ एरिया को परमेश्वर शुद्ध कर रहे हैं. വേണ്ടാത്ത ചിലതിന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാണ്. जो नहीं चाहिए उसको परमेश्वर फुल स्टॉप डाल നീ रहा അത് है. ചെയ്യരുത് ദൈവവേദന. अभी तू मत करना. ആ ഭാഗത്ത് നീ പോകരുത്. अभी तो उस एरिया में ആ मत जाना. കാഴ്ചകൾ നീ കാണരുത്. वो चीजें तू मत देखना. ആ ശബ്ദം നീ ഇനി കേൾക്കരുത്. वो आवाज तू अभी मत നിന്നെ सुनना. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ये सब तुझे समर्पण करके दे. പകൽക്കാലം ഉറച്ചൊരു തീരുമാനം എടുത്ത आज एक निर्णय ले. സ്വർഗം വരുന്ന ദിവസങ്ങളിൽ स्वर्ग आने वाले दिनों में ഞങ്ങളെ ഉപയോഗിക്കാൻ പോവുക. तुम्हें इस्तेमाल करेगा. आमीन.